നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് കോഴിക്കോട് ബീച്ച് ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു പ്രധാന വിഭവമായ കാടമുട്ട മസാല എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആദ്യം തന്നെ കാടമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ഒരു 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആവി കയറ്റിയാലും ഇതിൻ്റെ തോട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അതേ തോടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കരിവേപ്പില ചേർത്തെടുക്കുക. 1-2 മിനിറ്റ് കരിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയിൽ കരിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഈ ഫ്ലെയിം തീരെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്ന കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു 12 മുട്ട എടുത്തുകൊണ്ടാണ് ഈ ഒരു അളവിൽ ചേർത്തത്. കൂടുതൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ മസാലകൾ ചേർക്കണേ. മസാലകൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ. കൂടിക്കഴിഞ്ഞാൽ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കൈ എടുക്കാതെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്തെടുക്കുക. മുട്ടയും ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യില്ല കേട്ടോ. എന്നാൽ പിന്നെ മുട്ട കുറച്ചും കൂടി ഒന്ന് ഹാർഡായിപ്പോവും. മാക്സിമം 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതായത് മസാലകൾ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇപ്പം നമ്മളൊന്ന് വരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലും മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ നല്ലൊരു സ്നാക്കാണ്. മുട്ട ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇത്ര ചേർക്കേണ്ട, കുറച്ച് അളവിൽ ചേർത്താൽ മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ലാസ്റ്റ് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കുക. അങ്ങനെ സ്വാദേറിയ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല ചൂട് ചായയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള കാടമുട്ടയും ചൂട് ചായ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ തണുപ്പത്ത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും, പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്